തിരുപ്പിറവി ഓർമ്മപ്പെടുത്തി വീണ്ടും ഒരു ക്രിസ്മസ് ദിനം കൂടി. പുൽക്കൂടും നക്ഷത്രങ്ങളും ക്രിസ്മസ് ട്രീയും ഒരുക്കി ലോകം ക്രിസ്മസിനെ വരവേൽക്കുകയാണ്. ലോകം ക്രിസ്മസ് ആഘോഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആരവവും ആഘോഷവും ആഹ്ലാദവുമില്ലാതെ നിശ്ചലമായി യേശുക്രിസ്തുവിന്റെ ജന്മദേശമായ ബത്ലഹേം. സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശമുണർത്തിയാണ് ഈ ക്രിസ്തുമസ് കാലവും എത്തിയത്. പരസ്പരം സമ്മാനങ്ങൾ കൈമാറാനും ബന്ധങ്ങൾ പുതുക്കാനും ഒത്തുകൂടാനുമുള്ള അവസരം കൂടിയാണ് ഓരോ ക്രിസ്തുമസ് കാലവും. ബത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ പിറവിയെടുത്ത ഉണ്ണിയേശുവിൻ്റെ ഓർമ്മ പുതുക്കി ലോകമെമ്പാടും ക്രിസ്തുമസ് ആഘോഷിക്കുമ്പോൾ അരയന്ന തോലുകൾ മഞ്ഞുപൊഴിക്കുന്ന ക്രിസ്തുമസ് രാവുകളിൽ അവശിഷ്ടങ്ങളുടെയും നാശനഷ്ടങ്ങളുടെയും പുൽത്തൊട്ടിയിൽ ഉണ്ണിയേശുവിനെ ഒരുക്കി ബത്ലഹേം. അതെ, ഈ ക്രിസ്തുമസ് കാലത്ത് ദൈവപുത്രന് ജന്മം നൽകിയ നാട് യുദ്ധക്കെടുതിയിലാണ്. യേശുദേവന്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുന്ന കരളലിയിക്കുന്ന കാഴ്ചയാണെങ്ങും. ചോര നിറഞ്ഞ നഗരഹൃദയം കൂട്ടക്കൊലകൾക്ക് സാക്ഷിയാകുന്നു. ബത്ലഹേമിലെ തെരുവ് വീഥികൾക്ക് ഇപ്പോൾ ചോരയുടെ ഗന്ധമാണ്. ഗാസയുമായി ഐക്യപ്പെടുന്നതിന്റെ ഭാഗമായി പലസ്തീനിലെ പള്ളികൾ എല്ലാം ക്രിസ്തുമസ് ആഘോഷങ്ങളും റദ്ദാക്കുന്നതായി പ്രഖ്യാപിച്ചിരുന്നു. ക്രിസ്തുമസ് ദിനം സന്നദ്ധ സേവനങ്ങളും പ്രാർത്ഥനകളും മാത്രമായി പരിമിതപ്പെടുത്തി. ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും നല്ല നാളുകളിലേക്ക് ഈ നാട് വീണ്ടും എത്തട്ടെ എന്ന പ്രത്യാശയോടെ പൊരുതുന്ന ജനതയ്ക്ക് ഐക്യദാർഢ്യവുമായി കൈരളി ന്യൂസിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്തുമസ് ആശംസകൾ. ഷീന മാർട്ടിൻ, കൈരളി ന്യൂസ്.